കണക്കാ ഇതെവിടെ പോകുന്നു? അല്ല ആരോ കാണിച്ചു തരാന്ന് പറഞ്ഞ് ദേ ഒരെണ്ണം. ഒരെണ്ണമല്ല രണ്ടെണ്ണം. വെൽക്കം വെൽക്കം. നിന്നെ കണ്ടിട്ട് കൊറേ നാളായല്ലോട്ടെ. ഒന്ന് കറങ്ങി മദ്രാസ്, ബാംഗ്ലൂർ, ബോംബെ, കൽപ്പാത്തി, ആലപ്പുഴ, ചാകര. എന്താണ് ഈ വീഗം? അല്ല വീഗം എന്ന് പറഞ്ഞാൽ മോതിരം, നമ്മളെ മോതിരം. ഓ ഐ സി. വീഗം എന്ന് പറഞ്ഞത് ഇതുവരെ കേട്ടിട്ടില്ല. അങ്കുലി എന്നൊരു പര്യായമുണ്ട്. അങ്കുലി എന്ന് പറഞ്ഞ ഫിംഗർ എന്നാണ്, ഹിന്ദി അല്ലേ? തെറ്റിയതാ. ഇയാൾക്ക് മനസ്സിലായില്ല, ശരിക്കും പറഞ്ഞു കൊടുക്ക്. അങ്കലാപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ എന്തോന്ന് പറയായിരുന്നു ഏട്ടാ, തെറ്റിപ്പോയതാ. അങ്കുലി, സോറി മാഡം, സോറി. ഓക്കെ യു ആർ ടെർമിനേറ്റഡ്. ഇവിടുത്തെ പണി പോയി. ഓക്കെ ശരി, ഫസ്റ്റ് മുതൽ ചോദിക്കാം. വേണ്ട വേണ്ട, ഫസ്റ്റ് മുതൽ ചോദിക്കാം. ഇതെന്ത് കോപ്പല്ലേ ചോദ്യം? ഉത്തരം പറഞ്ഞാ പിന്നെയും ചോദ്യം. ഇന്റർവ്യൂനുണ്ടത് രാമുണിക്ക്, സുഗ്രീവയ്ക്ക്, അല്ലെങ്കിൽ വേണ്ട അലിയിരിക്കും, അല്ലേ വേണ്ട ഞാൻ നിക്കാം. ചോദിക്കാം എന്റെ അമ്മൂമ്മയുടെ ചോദ്യം. മെയിൻ ക്യാരക്ടർ നമ്മുടെ ധ്യാനേട്ടനാണ്. ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു ക്യാരക്ടറുള്ള ഒരു മനുഷ്യനെ തന്നെയാണോ അതിൽ അല്ല കൊണ്ടുവന്നിരിക്കുന്നത്? ഒരു മൃഗമായിട്ടാണ് പക്ഷേ ഫോറൻസിക് സർജൻ വെച്ചാ ഫോറൻസിക് സർജൻ നമ്മളെ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുന്നത്. ഇത്ര ഇതുള്ള ആളാണ് നീ? അതൊക്കെ എനിക്കറിയാം. അയ്യന്റെ മോനെ. അപ്പൊ എങ്ങനെയാണ് ധ്യാനേട്ട അങ്ങനത്തെ ഒരു റോളൊക്കെ ചെയ്യാൻ തോന്നുന്നത്? അത്ര ഇതില്ലാത്ത ഒരുത്തനാ ഞാൻ. അല്ല നീ ഒന്നും പണയണ്ട. വളരെ നിഷ്കളങ്കനും അതേപോലെ അങ്ങനെയൊക്കെ ഒരാളാണല്ലോ. അപ്പൊ ഈ ഒരു മാഡത്തിനോട് എനിക്ക് ചോദിക്കാറില്ല, കാരണം ആ ഒരു ക്യാരക്ടർ എങ്ങനെ കൊടുക്കാൻ തോന്നുന്നു? ഞാൻ അത് ആദ്യമേ ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഞാൻ മെഡിസിൻ പഠിച്ചതിന് ശേഷം ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് 2 വർഷം പോയി വർക്ക് ചെയ്തു ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം ചേച്ചിക്ക് ഇതിന്റെ വീഡിയോ അയച്ചു കൊടുത്തു. എന്താണ് മാഡം കൊടുക്കാൻ? ഈ ഫോറൻസിക് നിനക്ക് ഇവിടെ ജോലി കിട്ടാനുള്ള കാരണം എന്താ? അതുപോലെ കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ധ്യാനം എന്നൊക്കെ പറയുമ്പോ ധ്യാനം അങ്ങനെയൊക്കെ ഒരാളല്ലേ ഇത്, പക്ഷെ അങ്ങനെയല്ല. ഞാൻ എന്നാ കുറച്ചേരം ഇവിടെ ഇരുന്ന് ധ്യാനിക്കാം. കാര്യമായിട്ടാണ് പറഞ്ഞത്, തമാശക്കാണ്? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. എന്നാ കൊള്ളാം. ഒരുപാട് തമാശ എനിക്ക് ഇഷ്ടമല്ലട്ടാ, പറഞ്ഞേക്കാം. ഭംഗിയായിട്ട് ചെയ്തു. അറിയില്ല, ഭംഗിയായിട്ട് ചെയ്തിരുന്നു ക്യാരക്ടർ. പറയുന്ന എന്തെങ്കിലും നീ ഇപ്പൊ നിന്റെ ജോലി ഭംഗിയായിട്ട് ചെയ്യുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അതുപോലെയൊക്കെ തന്നെ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ധ്യാനേട്ടനോടാണ്. ധ്യാനേട്ട ശരിക്കും വീട്ടിലും ഇങ്ങനെ തന്നെയാണോ നിങ്ങള്? എന്താ എന്റെ ഉദ്ദേശം? ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇപ്പൊ എന്നെ കൊറേ നേരമായല്ലോ അങ്ങനെ ഓരോന്ന് പറയുന്നത്. അതേപോലെ അതെന്തുകൊണ്ടെന്ന് അറിയാമോ? നീ ഒന്ന് പ്രിപ്പയർ ചെയ്യാതെ നീ ഇതിനെ ഒരു പരിപാടിക്ക് വരുമ്പോ നീ കുറച്ചൊന്ന് പ്രിപ്പയർഡ് ആയിട്ട് വരണ്ടേ? അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടി കൂട്ടുകാരൻ, പിന്നെ ഒരു തോൽവി അയൽക്കാരൻ. കറക്റ്റ് എറിയുന്ന കറക്റ്റ് കൊള്ളുന്നുണ്ടല്ലോ. അങ്ങനെ എറിഞ്ഞു വീഴ്ത്തി നോക്കിയതല്ലേ ഈ മനുഷ്യൻ ശരിയാവോന്നുള്ളത് ആ സിനിമയില്. ഇതൊക്കെ ഇന്റർവ്യൂ വരുമ്പോഴും ഇല്ലേ ഇങ്ങനെ ചിരിക്കണം കേട്ടോ. അപ്പൊ സീരിയസ് ആവരുത്. സീരിയസ് ആയി എനിക്ക് ടെൻഷൻ ആവും. അങ്ങനെ എറിഞ്ഞു വീഴ്ത്തി നോക്കിയതല്ലേ ഈ മനുഷ്യൻ ശരിയാവോന്നുള്ളത്. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ.